അപകീർത്തികരമായ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതിനെ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് എന്ന യുവാവ് ആത്മഹത്യ ചെയ്ത കേസിൽ വീഡിയോ പ്രചരിപ്പിച്ച ഷിംജിത മുസ്തഫ എന്ന യുവതിയെ മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തു. വടകരയിലെ ബന്ധുവീട്ടിൽ ഒളിച്ചു കഴിയുകയായിരുന്ന ഷിംജിതയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇൻസ്പെക്ടർ ബൈജു കെ ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയത്. കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് മഞ്ചേരി ജയിലിലേക്ക് അയച്ചു. അപകീർത്തികരമായ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതിനെ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് എന്ന യുവാവ് ആത്മഹത്യ ചെയ്ത കേസിൽ വീഡിയോ പ്രചരിപ്പിച്ച ഷിംജിത മുസ്തഫ എന്ന യുവതിയെ മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തു. ആത്മഹത്യ പ്രേരണാ കുറ്റമാണ് ഷിംജിതയ്ക്കെതിരെ ചുമത്തിയത്. സാധാരണ ധരിക്കാറുള്ള വസ്ത്രം ഒഴിവാക്കി പർദ്ദ ധരിച്ച് വടകരയിലെ ബന്ധുവീട്ടിൽ ഒളിച്ചു കഴിയുകയായിരുന്ന ഷിംജിതയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇൻസ്പെക്ടർ ബൈജു കെ ജോസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയത്. ആളെ തിരിച്ചറിയാതിരിക്കാൻ പർദ്ദയും മാസ്കും ധരിച്ച് ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ സൈബർ സെല്ലിൻ്റെ സഹായത്തോടെയാണ് പോലീസ് കുടുക്കിയത്. വിവരമറിഞ്ഞ് ബന്ധുവീടിന് സമീപം തടിച്ചുകൂടിയ ജനം യുവതിക്കെതിരെ ശക്തമായ രോഷവും ഉയർത്തി. വീഡിയോ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പുറമേയുള്ളവരുടെ സഹായത്തോടെ വീഡിയോ എഡിറ്റ് ചെയ്ത് ചില കൂട്ടിച്ചേർക്കലുകൾ നടത്തിയതായും പോലീസ് സംശയിക്കുന്നു. ഷിംജിതയെ അറസ്റ്റ് ചെയ്ത വിവരമറിഞ്ഞ് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ വൻ ജനക്കൂട്ടമാണ് എത്തിയിരുന്നത്. ജനരോഷം ഭയന്ന് ഷിംജിതയെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കാതെ വൈദ്യപരിശോധന നടത്തിയ ശേഷം കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത ഷിംജിതയെ മഞ്ചേരി ജയിലിലേക്കാണ് കൊണ്ടുപോയത്. എന്തെങ്കിലും പറയണ്ടോ ഷിംജിത? എന്തെങ്കിലും പറയണ്ടോ? സോഷ്യൽ മീഡിയ ഷിംജിത എന്തെങ്കിലും പറയണ്ടോ? ന്യൂസ് ബ്യൂറോ, കുന്നമംഗലം.